നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സർക്കംസിഷൻ ഇൻ ബോയ്സ്, അതായത് ആൺകുട്ടികളിൽ ചെയ്യുന്ന സുന്നത്ത് കർമ്മം, അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു സർജിക്കൽ പ്രൊസീജിയറാണെന്ന് നമുക്കറിയാം. അതായത് ആൺകുട്ടികളുടെ പെനിസിൻ്റെ ടിപ്പിലുള്ള സ്കിന്ന് റിമൂവ് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണിത്. അതൊരു ഫോർസ്കിൻ എന്ന് പറയും. അപ്പോൾ ഈ ഫോർസ്കിൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫോർസ്കിൻ്റെ അടിയിലുള്ള, അതായത് ടിപ്പ് ഓഫ് ദി പെനിസ്, ഗ്ലാൻസ് എന്ന് പറയും, GLANS ഗ്ലാൻസ്. അപ്പോൾ ആ ഒരു ഗ്ലാൻസ് എന്ന് പറഞ്ഞ റീജിയനും അതുപോലെ മൂത്രം പുറത്തേക്ക് വരുന്ന യുറിത്ര അല്ലെങ്കിൽ മൂത്രനാളവും കൂടെ ആ ഒരു എയറുമായിട്ട് എക്സ്പോസ്ഡ് ആവുകയും ആണ് ഈ ഒരു സുന്നത്ത് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ്ഡ് ഫിസിഷ്യന് ഒരു ചെറിയ മിനിറ്റും, വളരെ കുറച്ച് മിനിറ്റ്സ് കൊണ്ട് ഒരു ലോക്കൽ അനസ്തേഷ്യയുടെ സഹായത്തോടെ കോംപ്ലിക്കേഷൻസ് ഒട്ടും തന്നെ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒട്ടുമിക്ക ബോയ്സിലും ഇത് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഇത് ചെയ്യുന്നതിന് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കാം. ചില കുട്ടികൾ ജനിക്കുന്ന പാടെ ആ പെനിസിനെ മുഴുവൻ കവർ ചെയ്തിട്ടായിരിക്കും സ്കിൻ ഉണ്ടാവുക. അത് റിട്രാക്ട് ചെയ്യാൻ, പുറകോട്ട് വലിക്കാനോ അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ബാക്കോട്ട് ആക്കാനോ വളരെ പ്രയാസമുണ്ടാവും. ഈയൊക്കെ അവസരത്തിൽ സാധാരണയായിട്ടും സുന്നത്ത് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബേസിക് ആയിട്ടുള്ള ഈസിയർ ഒരു ഹൈജീനാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഗുണം. നമുക്ക് ആ തൊലി ബാക്കോട്ട് റിട്രാക്ട് ചെയ്തിട്ട് അത് കഴുകുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ഹൈജീൻ കിട്ടും എന്നുള്ളതാണ്. പെനിസ് വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റും ഈ ഒരു സർക്കംസിഷൻ ചെയ്ത ബോയ്സിൽ. അതുപോലെ തന്നെ UTI അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിൻ്റെ ഒരു തോത് കുറയ്ക്കാം എന്നുള്ളതാണ്. ഇത് ഭയങ്കരമായിട്ടും കുറയ്ക്കില്ല, എന്നാൽ പോലും മൂത്രം തങ്ങി നിന്നിട്ടൊക്കെ ചെറിയ കുട്ടികളിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് ഈ ഒരു ഫോർസ്കിൻ റിമൂവ് ചെയ്യുന്നതിലൂടെ ആ മൂത്രം തങ്ങി നിൽക്കുന്നത് കുറയുകയും ഈസി ആയിട്ട് വൃത്തിയാക്കാൻ പറ്റുകയും അതുവഴി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നത് കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്തത്, ചെറിയൊരു ശതമാനം ഇതിന് പെനിസിൽ വരുന്ന പെനൈൽ ക്യാൻസറിനെ തടയുന്നു. പെനൈൽ ക്യാൻസർ തന്നെ വളരെ റെയർ ആയിട്ടുള്ള, അങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു ക്യാൻസർ അല്ല, റെയർ ആയിട്ടുള്ളൊരു ക്യാൻസറസ് കണ്ടീഷനാണ്. അപ്പോൾ ഇങ്ങനെ ഇത് തടയാൻ, ഇതിന് ഒരു കുറച്ചൊരു പരിധി വരെ ഈ പെനൈൽ ക്യാൻസറിനെ തടയാൻ വേണ്ടി ഈ സർക്കംസിഷൻ ചെയ്യുന്നത് സഹായകരമാണ്. അടുത്തതായിട്ട്, ഈ പെനിസിൻ്റെ ഒരു ഫോർസ്കിന് അല്ലെങ്കിൽ ആ ഒരു ഓർഗനെ ബാധിക്കുന്ന ഫൈമോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അതായത് ചെറുതായിട്ട് നീര് വെക്കുക, പെനിസിൻ്റെ ടിപ്പ്, ആ ഫോർസ്കിൻ നീര് വെക്കുക, ഇങ്ങനെയൊക്കെ ഫൈമോസിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ സംഭവിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫൈമോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയെ തടയാനും ഈ ഒരു സർക്കംസിഷന് വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ ചില ആൾക്കാർക്ക് ചില ബോയ്സിന് ഈ ഒരു ഫോർസ്കിന് വളരെ ടൈറ്റ് ആയിരിക്കും. ചില ബോയ്സിന് തീരെ ബാക്കോട്ട് റിട്രാക്റ്റ് ആവില്ല, ചില ആൾക്കാർക്ക് കുറച്ച് മാത്രമേ റിട്രാക്റ്റ് ആകുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ റിട്രാക്ഷന് പ്രോബ്ലം വരുന്ന അവസ്ഥയിൽ, ടൈറ്റായിട്ട് സ്കിൻ ഇരിക്കുന്ന അവസ്ഥയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈറ്റ്നസ് കുറയ്ക്കാനും ഈസി ആയിട്ട് ബാക്കോട്ട് റിട്രാക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു സർക്കംസിഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ പെനിസിൻ്റെ ടിപ്പിൽ വരുന്ന ഇൻഫ്ലമേഷനോ ഫോർസ്കിന്നിൽ വരുന്ന ഇൻഫ്ലമേഷനോ ഒക്കെ തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു സർക്കംസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വൃത്തിയായിട്ട് കുട്ടികളുടേത് വൃത്തിയായിട്ട് ആ ഒരു ബാക്കോട്ട് സ്കിൻ റിട്രാക്ട് ചെയ്ത് കഴുകി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ പ്രോപ്പർ കെയർ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തടയാവുന്നതാണ്, സർക്കംസിഷൻ ചെയ്തില്ലെങ്കിൽ പോലും. ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ജനിച്ച ഒരു വീക്കിനുള്ളിൽ തന്നെ ആൺകുട്ടികൾക്ക് ഈ സർക്കംസിഷൻ സാധാരണയായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ വേദന കുറവായിരിക്കും, വളരെ ഈസി ആയിട്ട് പ്രൊസീജിയർ കഴിയും എന്നുള്ളതാണ്. പക്ഷേ കുറച്ചും കൂടെ വലിയവരാകുമ്പോഴത്തേക്കും അത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കൂടും. കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ ഇങ്ങനത്തെ ചെറിയ സർജിക്കൽ പ്രൊസീജിയർ ആണെങ്കിൽ പോലും. അപ്പം എന്നാലും റിലീജിയസ് ആയിട്ട് ചില മതങ്ങളിൽ, അതുപോലെ ചില റിച്വൽസിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ചില കൾച്ചറിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. എന്തായാലും ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ദോഷങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് വളരെ റെയറാണ് ഇത് ചെയ്യുന്നതുകൊണ്ട് വേറെ ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഈ സർക്കംസിഷൻ വരുത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സർക്കംസിഷൻ ഇൻ ബോയ്സിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്ത ഇൻഫർമേഷൻ. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.